മൗലേ കലയാ ചൂടിൻ്റെ കൂട്ടം അല്ലാണ്ട് വരുമ്പോൾ മഴ ഉണ്ടായിട്ടില്ല എന്ന് ഓർമ്മിക്കാണ്ട് വയ്യ. ഹേയ് നാരായണ ഗുരുവായൂരപ്പ. കാന്താരദേശം പാലാരിവട്ടം പതികാലവട്ടം. എന്തൊക്കെയാ ഈ പറയണേ? ഒന്നും മനസ്സിലാവണില്ല. അടിയ തൃശ്ശൂർ പൂരത്തിന് വരുന്ന വഴിയാച്ചു. ആലുവായിൽ വണ്ടി ഇറങ്ങി ഇവിടെ ഇങ്ങനെ നടന്നു. ചൂറ വഴി പറലേന്ന് വരിക. ഭക്ഷണം കഴിച്ചിട്ടില്ല, 2 ദിവസമായി. എന്തായാലും കിട്ടിയ തറകല്ലായിരുന്നു. അങ്ങനെയൊക്കെ വന്ന് കുറെ കാലം മുമ്പേക്ക് വരാറുള്ളതാ. ഇപ്പൊ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. പോവാ, നിക്കണ്ട. പോവാ. നീ പോയില്ലേ? നിന്നോടല്ലേ പൊക്കോളാൻ പറഞ്ഞേ? ഇവിടെ ഒന്നും ഉണ്ടാവില്ല, നിക്കണ്ട. നീ പോയില്ലേ? ഇത് വലിയ ശല്യായില്ലോ. അമ്മാ അമ്മാ, പശി പെറുതാകിന പശി. അത് സാപ്പാടുക്ക് യഥാവിധി കൊടുക്കും അമ്മ. പെറുതാകിന പശി സാപ്പാടുക്ക് യഥാവിധി കൊടുക്കും അമ്മ. പശി. നീ എന്താ പറയണ? എന്ത് ഭാഷയാ പറയണ? ഒന്നും മനസ്സിലാവണില്ലല്ലോ. അമ്മ പശി പശി. നീ എന്തിനാ പിന്നെയും വന്ന്? നിന്നോട് പറഞ്ഞതല്ലേ പൊയ്ക്കോളാൻ? തമ്പുരാൻ പറഞ്ഞതല്ലേ പൊയ്ക്കോളാൻ? ആരാ അവിടെ? എന്താ അവിടെ? രാധേ, ഞാനങ്ങോട്ട് വരാം. ഇനി വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. നീ പൊക്കോ, ഇവിടെ ഒന്നുമില്ല. ഇനി വെറുതെ ശുണ്ടി ഇടിപ്പിക്കണ്ട. നല്ല ദേഷ്യ. നീ പോയില്ലേ? നിന്നോടല്ലേ ഞാൻ പോകാൻ പറഞ്ഞത്? ഞാനതാ ആദ്യം പറഞ്ഞത്. നിശ്ചയില്ലാത്ത ആളല്ലേ, അപ്പൊ പിന്നെ എന്തിനാ അങ്ങനെ നിൽക്കാൻ പറയണേ? അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം. ഞാനും പറഞ്ഞതാ. നീ പൊക്കോ, പോയിക്കോ.
തമ്പുരാട്ടി തമ്പുരാട്ടി ദേ അയാള് വീണ്ടും വന്നേണു. ദുർമന്ത്രവാദികളാന്ന് തോന്നണേ. ദേ ഒന്നിങ്ങോട്ട് വരൂ. ഇയാളെ എന്താ ഇവിടെ ചെയ്യണമെന്ന് നോക്കൂ. ഇങ്ങോട്ട് വരൂ. എന്താ എന്താ ഇവിടെ എന്താ ഇവിടെ കാണിക്കണ മന്ത്രവാദോ? നിന്നോടാ ചോദിച്ചത്. നമുക്ക് പശിക്ക് ശാപൃതക്ക് എന്തെങ്കിലും തരണം. ചോറ്, വേറെ തരണം, മൃഷ്ടാന്ന ഭോജനം, വേറെ ഒന്നും വേണ്ട. ശരി, എന്നാ എന്താ വെച്ചാ കൊടുക്കുക അവന്. അമ്മാ കുറച്ച് തണ്ണി കൊടുമ്പോ. അമ്മാ തണ്ണി തണ്ണി. ഊണൊക്കെ കഴിഞ്ഞു, സുഖമായി അല്ലേ? ഒന്ന് ചോദിക്കട്ടെ, എന്ത് കാര്യം തരും എന്നാ പറഞ്ഞത് നീ ഊണ് കഴിക്കുന്നതിന് മുമ്പേ? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നുക. ഇത് മൂത്തമന പട്ടേറ് മനയിലും എന്താ നായത്തോടിലെ പറവട്ടത്ത് മനയിലും അതിന് പക്കത്തിലെ കോശാപ്പള്ളി മനയിലും ഇമാതിരിയെല്ലാം ചെയ്തു. അവിടെ മന്ത്രവാദമൊന്നും അവിടെ ഏറ്റില്ല. തമ്പുരാന്മാരൊക്കെ പെരിശ ആളുകളാക്കും, ഭീമ കടോക്കജന്മാരായിരിക്കും. അവസാനം ഇവിടെ തമ്പുരാനുടെ പക്കത്തിൽ ഇതെല്ലാം ചെയ്തപ്പോൾ തമ്പുരാൻ ആകെ ഭയന്നു, കിടുകിടാ വരച്ചു. ഇത് തന്നെ അവതരം കണക്കാക്കി പൂജയെല്ലാം ചുമ്മാ മന്ത്രമൊക്കെ ചൊല്ലി അവസാനം വയറ് നിറച്ച് എൻ്റെ പെശി കെട്ടു. വളരെ സന്തോഷമാണ് കാര്യം ഓർക്കുക. ഈശ്വരാ, ഈ കുടുംബത്തിനെ എന്നും കാത്തിരിക്കണേ ഭഗവാനേ, കടവുൾ ഈശ്വരാ. അത് നന്നായി. തൃശ്ശൂർ പൂരത്തിന് അവിടെ എന്താ ആനകളൊക്കെ നിറഞ്ഞിരിക്കും. ഞാൻ അടിയാൻ പോട്ടെ ഈശ്വരാ.
എടുക്കലാണ് ആള്. എന്തായാലും നന്നായി. എന്തായാലും അന്നദാനം സർവദാനാൽ പ്രധാനം എന്നുള്ളത് ചെയ്യാൻ പറ്റിയല്ലോ. നന്നായി അല്ലേ?